Yes, dear students. So now let's go to the next amendment. It is a new form, GSTR 1A. അതൊരു ന്യൂ ഫോം ആണ്. It has been recently added. എന്താണ് ഈ GSTR 1A? ഫസ്റ്റ് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം എന്താണ് ആ പ്രൊവിഷൻ പറയുന്നത്. നമുക്കറിയാം എല്ലാവരും എവ്രി സപ്ലയർ വിൽ ഹാവ് ടു ഫയൽ, എവ്രി രജിസ്റ്റേർഡ് പേഴ്സൺ വിൽ ഹാവ് ടു ഫയൽ 2 റിട്ടേൺസ് എവ്രി മന്ത്. GSTയിൽ എല്ലാ രജിസ്റ്റേർഡ് പേഴ്സണും, നോർമൽ രജിസ്റ്റേർഡ് പേഴ്സൺ, നോട്ട് ടോക്കിംഗ് അബൌട്ട് കോമ്പോസിഷൻ രജിസ്റ്റേർഡ് പേഴ്സൺ, NRTP അങ്ങനെയുള്ളവരല്ല, നോർമലി ഒരു റെഗുലർ ടാക്സ് പെയർ വിൽ ഹാവ് ടു ഫയൽ 2 റിട്ടേൺസ് എവ്രി മന്ത്. ഏതൊക്കെയാണത്? GSTR 1ഉം GSTR 3Bയും. GSTR 1 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈസ്. അതാണ് GSTR 1. അത് ഒരാൾ ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് എന്താണ്? ദ ഡ്യൂ ഡേറ്റ് ഇസ് 11th ഓഫ് ദ നെക്സ്റ്റ് മന്ത്. ഓക്കെ, ഓ ഏത് മാസത്തെ 1 ആണോ ഫയൽ ചെയ്യുന്നത് ആ മാസം കഴിഞ്ഞ് വരുന്ന 11th, അതാണ് ഡ്യൂ ഡേറ്റ്. നെക്സ്റ്റ് ഇസ് GSTR 3B. അതെന്ത് റിട്ടേൺ ആണ്? ഇറ്റ്സ് കോൾഡ് എ സമ്മറി റിട്ടേൺ. സമ്മറി റിട്ടേൺ എന്ന് വെച്ചാൽ അതിനകത്ത് ഔട്ട്വേർഡ് സപ്ലൈയുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും, ഔട്ട്പുട്ട് ടാക്സ് ഉണ്ടാവും, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉണ്ടാവും, നെറ്റ് എത്രയാണോ അടയ്ക്കേണ്ടത് അത് അടച്ച് ഫയൽ ചെയ്യുന്ന റിട്ടേൺ ആണ് GSTR 3B. ആൻഡ് ദ ഡ്യൂ ഡേറ്റ് ഫോർ ഫയലിംഗ് GSTR 3B ഇസ് 20th ഓഫ് ദ നെക്സ്റ്റ് മന്ത്. ഓക്കെ, ഇത് ഇത്രയും നമുക്ക് ഓൾറെഡി അറിയാം. ഇതൊക്കെ ഒതൊന്നും അമെന്റ്മെന്റ്സ് അല്ല, ഓൾറെഡി ഉള്ളതാണ്. നൗ GSTR 1A, അതെന്താണ്? From where does it come? GSTR 1A. So here the point was, say for example, ഈ പറയുന്ന supplier, this registered person, he made 2 outward supplies on a particular month. So Jan 2025 month we'll take as example. Okay, അത് 2 ഇൻവോയ്സ് റേസ് ചെയ്തു. The first one was invoice number 1. അതിലെ വാല്യൂ വാസ് 1 lakh, GST was 18,000. Okay, സെക്കൻഡ് ഒരു ഔട്ട്വേർഡ് സപ്ലൈയും കൂടെ നടത്തി, ഇൻവോയ്സ് നമ്പർ 2. അതിനകത്തെ വാല്യൂ വാസ് 50,000 ആൻഡ് GST വാസ് 9,000. ഓക്കെ, ഇത് രണ്ടും ഈ രജിസ്റ്റേർഡ് പേഴ്സന്റെ ഔട്ട്വേർഡ് സപ്ലൈ ആണ്, റൈറ്റ്? അപ്പൊ ശരിക്കും എന്താ ചെയ്യേണ്ടത്? ഈ രജിസ്റ്റേർഡ് പേഴ്സൺ എന്താ ചെയ്യേണ്ടത്? ഈ 2 ഇൻവോയ്സും GSTR 1 കാണിക്കണം. യെസ്, എപ്പോഴാണ് കാണിക്കേണ്ടത്? ഓൺ ഓർ ബിഫോർ 11th ഓഫ് ദ നെക്സ്റ്റ് മന്ത്. സോ ഹിയർ വാട്ട് ദ പോയിന്റ് വാസ്, ദ പ്രോബ്ലം വാസ് GSTR 1, മിസ്റ്റർ എക്സ്, പേരിടാം, മിസ്റ്റർ എക്സ് ഫൈൽഡ് ഇസ് GSTR 1. ഈ GSTR 1 ഫയൽ ചെയ്തപ്പം ഹി ഓൺലി ഷോഡ് ഇൻവോയ്സ് നമ്പർ 1. ഹി മിസ്ഡ് ടു ഷോ ഇൻവോയ്സ് നമ്പർ 2. ആകെ ഇൻവോയ്സ് നമ്പർ 1 മാത്രം കാണിച്ചു. വാല്യൂ 1 lakh, GST 18,000. അങ്ങനെ GSTR 1 ഫയൽ ചെയ്തു. ഓക്കെ, എപ്പോഴാ ഫയൽ ചെയ്തത്? മേ ബി ഹി ഫൈൽഡ് ഇറ്റ് ഓൺ ദ ഡ്യൂ ഡേറ്റ്. നമുക്ക് ലെറ്റ് അസ്യൂം ഹി ഫൈൽഡ് ഇറ്റ് ഓൺ 11th February 2025. റൈറ്റ്? ഇനി അടുത്തത് 20th ആയപ്പോഴത്തേക്കും ഹി ഈസ് ഗോയിങ് ടു ഫയൽ ഹിസ് GSTR 3B ഫോർ ദ മന്ത് ഓഫ് ജാനുവരി. February 2025. അപ്പൊ എന്താണ്? നെക്സ്റ്റ് ഈസ് ഗോയിങ് ടു ഫയൽ ഹിസ് GSTR 3B. 3B ഫയൽ ചെയ്യാനായിട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായത് 1 ഫയൽ ചെയ്തപ്പോഴത്തേക്ക് ഒരു ഇൻവോയ്സ് മിസ് ആയിപ്പോയി. സോ പണ്ട് എന്തായിരുന്നു പോസിബിലിറ്റി? പണ്ട് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? പണ്ട് GSTR 3B ഫയൽ ചെയ്യുമ്പോൾ അയാൾക്ക് വേണമെങ്കിൽ കറക്റ്റ് ആയിട്ട് ഫയൽ ചെയ്യാം. 1,50,000 ഔട്ട്വേർഡ് സപ്ലൈ ആൻഡ് 27,000 ഔട്ട്പുട്ട് ടാക്സ് കാണിച്ച് ഫയൽ ചെയ്യാം. എന്നിട്ട് അടുത്ത മാസത്തെ 1 ഫയൽ ചെയ്യുമ്പോൾ ഹി ക്യാൻ ഡു ദ അമെന്റ്മെന്റ്. ഹി ക്യാൻ ഇൻക്ലൂഡ് ദിസ് ഇൻവോയ്സ് ഓൾസോ ഇൻ ഹിസ് നെക്സ്റ്റ് GSTR 1. ഇതായിരുന്നു പണ്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഒരു പുതിയൊരു ഒരു ഫോം കൊണ്ടുവന്നു, GSTR 1A. GSTR 1A എന്തിനാണ് ഫയൽ ചെയ്യുന്നത്? A person has filed his GSTR 1 for January. Did he file his GSTR 1 for January? Yes. But he did not file GSTR 3B for that month. GSTR 3B ജാനുവരിയുടെ ഫയൽ ചെയ്തിട്ടില്ല. ഈ ഇടയ്ക്കുള്ള പീരീഡിൽ ഹി ഫൗണ്ട് എ മിസ്റ്റേക്ക്. ഏതില്? ഇൻ ഹിസ് GSTR 1 ഫയൽ ചെയ്തതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു ഇൻ ബിറ്റ്വീൻ ദിസ് പീരീഡ്. അങ്ങനാണെങ്കിൽ ഹി ക്യാൻ ഫയൽ എ GSTR 1A. നമ്മുടെ ഈ കേസിലെ മിസ്റ്റേക്ക് എന്തായിരുന്നു? ഇൻവോയ്സ് നമ്പർ 2 കാണിച്ചില്ല. അപ്പൊ ഇൻവോയ്സ് നമ്പർ 2 കാണിക്കാനായിട്ട് ഹി ക്യാൻ ഫയൽ GSTR 1A, ഇൻക്ലൂഡ് ദാറ്റ് ഇൻവോയ്സ് 50,000, GST 9,000. അപ്പൊ 1ൽ എന്ത് കാണിച്ചു? 1 lakh, GST 18,000. 1A എന്ത് കാണിച്ചു? 50,000, GST 9,000. ഇത് രണ്ടും കൂടെ കാണിച്ചപ്പോൾ 1 + 1A കൂട്ടുമ്പോഴത്തേക്ക് നമ്മുടെ കറക്റ്റ് ഔട്ട്വേർഡ് സപ്ലൈ ആയിട്ട് മാച്ച് ആയോ? മാച്ച് ആയി. ഇനി 3B ഫയൽ ചെയ്യുമ്പോൾ എന്ത് കാണിക്കാം? 1,50,000 ഔട്ട്വേർഡ് സപ്ലൈ, 27,000 ഔട്ട്പുട്ട് ടാക്സ്. സോ എന്തിനാണ് 1A? ഇത്രയേ ഉള്ളൂ. 1A ഒരാൾ ഫയൽ ചെയ്യുന്നത് ഹി ഫൈൽഡ് ഹിസ് GSTR 1 ഫോർ ദാറ്റ് പീരീഡ്. ഓക്കെ, പക്ഷെ ആ 1നകത്ത് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അത് എപ്പോ കണ്ടുപിടിച്ചു? Before filing GSTR 3B for that same period, he found out that there is a mistake in his GSTR 1. അങ്ങനെയെങ്കിൽ to correct the mistake in his GSTR 1, he can file GSTR 1A. ഓക്കെ, അതാണ് GSTR 1A. അപ്പോ ഇനി മുതൽ ഒരു റെസിപ്പിയന്റ് ഉണ്ടെങ്കിൽ
ആ റെസിപ്പിയന്റിന് ITC എടുക്കണമെങ്കിൽ അയാളുടെ 2Bയിൽ വരണം എന്നാണല്ലോ പറഞ്ഞത്. ഈ 2Bയിൽ എവിടെ നിന്നൊക്കെയായിരിക്കും ഡേറ്റ വരുന്നത്? ഇപ്പൊ നോക്കിയേ, ഇൻവോയ്സ് നമ്പർ 1 വന്നത് സപ്ലയറിന്റെ GSTR 1E, ഇൻവോയ്സ് നമ്പർ 2 വന്നത് സപ്ലയറിന്റെ GSTR 1A. സോ 1E റെസിപ്പിയന്റ് 2Bയിൽ വരും, പ്രൊവൈഡഡ് ഹി ഫൈൽസ് ഇറ്റ് വിത്തിൻ ദ ഡ്യൂ ഡേറ്റ്. അപ്പൊ നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരി GSTR 1A എന്ന് പറയുന്നത് മനസ്സിലായി, 1 ഫയൽ ചെയ്തു, മിസ്റ്റേക്ക് ഉണ്ട്, പക്ഷെ ആ മാസം 3B ഫയൽ ചെയ്തിട്ടില്ല. അങ്ങനെയെങ്കിൽ ആ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് GSTR 1A യൂസ് ചെയ്യാം. വാട്ട് ഇഫ് 1ഉം ഫയൽ ചെയ്തു 3Bയും ഫയൽ ചെയ്തു, അതിനുശേഷമാണ് മനസ്സിലായത് ജാനുവരി മാസം റിട്ടേണിനകത്ത് മിസ്റ്റേക്ക് ഉണ്ട്, 1നകത്ത് മിസ്റ്റേക്ക് ഉണ്ട്. അങ്ങനെയെങ്കിൽ യു കനോട്ട് ഫയൽ GSTR 1A. യു ക്യാൻ ഓൺലി അമെൻഡ് ദ ഡീറ്റെയിൽസ് ഇൻ GSTR 1 ഇൻ ദ സബ്സിക്വന്റ് മന്ത്സ് GSTR 1. യൂഷ്വലി പണ്ട് നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അതേപോലെ. 1A is only for people who filed a particular month's GSTR 1, but they did not file that particular month's GSTR 3B. ആ ഇന്റർവീനിങ് പീരീഡിൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഫോമാണ് GSTR 1A. അപ്പൊ എന്റെ ക്വസ്റ്റ്യനെ, ഡിസംബർ മന്തിൽ ഐ ഫൈൽഡ് GSTR 1, ഐ ഓൾസോ ഫൈൽഡ് GSTR 3B. ഡിസംബർ മന്തിലെ 1ൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്ക് ജാനുവരി മന്തിലാണ് കണ്ടുപിടിച്ചത്. അങ്ങനെയെങ്കിൽ ജാനുവരി മന്ത് ഫണ്ട് ഫയൽ ചെയ്തതിനു ശേഷമാണ് മനസ്സിലായത് ഷോ ഡിസംബർ മന്തിൽ 1ൽ മിസ്റ്റേക്ക് ഉണ്ട്. അങ്ങനെയെങ്കിൽ can I file GSTR 1A for the month of January and correct December month's GSTR 1 mistake? No. കാരണം എന്താ പറഞ്ഞിരിക്കുന്നേ, ഒരു മാസത്തെ 1 ഫയൽ ചെയ്തു, ഏത് മാസത്തെ, ഡിസംബർ മാസത്തെ. ആ മാസത്തെ 3B ഫയൽ ചെയ്തിട്ടില്ല, പക്ഷെ ഇവിടെ ഡിസംബർ മാസം 3B ഫയൽ ചെയ്തു. പിന്നെ എങ്ങനെയാ 1A വഴി കറക്റ്റ് ചെയ്യാൻ പറ്റുക? അങ്ങനെ ചെയ്യാൻ പറ്റില്ല. 1A വഴി കറക്റ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഏത് മന്തിന്റെ ആണോ കറക്ഷൻ നോക്കാൻ പോകുന്നത് ആ മന്തിന്റെ 1 ഫയൽ ചെയ്തു, പക്ഷെ ആ മന്തിന് 3B ഫയൽ ചെയ്തിട്ടില്ല. അങ്ങനെയെങ്കിൽ മാത്രമേ 1A വഴി കറക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. Now the question is, what is the due date for filing GSTR 1A? There is no due date. അതെന്താ അങ്ങനെ പറയുന്നത്? Why there is no due date? ശ്രദ്ധിച്ചോളേ, നമ്മുടെ എക്സാമ്പിളിനകത്ത് ഏത് മാസത്തെ ഇൻവോയ്സ് ആണ് മിസ്റ്റേക്ക്? Jan 25. Jan 25 ഫസ്റ്റ് സിനാരിയോ, Jan 25 GSTR 1 ഒരാള് ഫയൽ ചെയ്യുന്നത് 8th February ആണ്. ഓക്കെ, ഹി ഫൈൽഡ് ഇറ്റ് ഓൺ 8th February 2025. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇയാൾക്ക് GSTR 1A എന്ന് തൊട്ട് ഫയൽ ചെയ്ത് തുടങ്ങാം. he can file it after filing GSTR 1. Okay, so GSTR 1 എപ്പോഴാണോ ഫയൽ ചെയ്യുന്നത് അത് കഴിഞ്ഞ ഉടനെ he can start filing his GSTR 1A. എപ്പോ വരെ? ഇതേ ജാൻ മന്തിന്റെ 3B, GSTR 3B, if he is going to file it on 20th February, ഈ 3B ഫയൽ ചെയ്യുന്നതിന് മുമ്പെങ്കിലും 1A ഫയൽ ചെയ്തിരിക്കണം. ഓക്കെ, സെക്കൻഡ് സിറ്റുവേഷൻ, 1 ഫയൽ ചെയ്യുന്നത് 12th February ആണ്. അങ്ങനെയെങ്കിൽ 1A എപ്പോ തൊട്ട് ഫയൽ ചെയ്ത് തുടങ്ങാം? 12th February കഴിഞ്ഞിട്ട്. ബിക്കോസ് 1 ഫയൽ ചെയ്താലല്ലേ 1 ഫയൽ ചെയ്തതിനകത്ത് കറക്ഷൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇനി 3B ഫയൽ ചെയ്തത് 25th February ആണ്. ശരിക്കും 3B ഫയൽ ചെയ്യേണ്ട 20th ആണ്, പക്ഷെ 3B ഫയൽ ചെയ്തിരിക്കുന്നത് 25th February ആണ്. അങ്ങനെയാണെങ്കിൽ 1A ഏത് പീരീഡ് വരയ്ക്കും ഫയൽ ചെയ്യാം? 12th കഴിഞ്ഞ് 25th 3B ഫയൽ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെ 1A ഫയൽ ചെയ്യാം. സോ ദ പോയിന്റ് ഇസ് 1A per se does not have a due date. ഓക്കെ, 1Aക്ക് ഡ്യൂ ഡേറ്റ് ഇല്ല. പിന്നെ എന്താണ് 1A ഫയൽ ചെയ്യുന്ന ഡേറ്റ്? എന്താണ്? From the date of filing GSTR 1 till the date of filing GSTR 3B for that same month. ആ പീരീഡിൽ 1 ഫയൽ ചെയ്യും. ഓക്കെ, so that is a amendment. So okay, എന്താണ് GSTR 1A? It is a new form which has been added for amendment in GSTR 1, which can be done through GSTR 1 if found before filing GSTR 3B. Okay, so 1 mistake which can be amended through GSTR 1A if found before filing GSTR 3B. അതേപോലെ 2B of the recipient will be based on GSTR 1 plus 1A of the supplier if it is filed before due date. So let's look at it. എന്താണ് GSTR 1A? It is a form wherein a registered person can amend or furnish additional details of outward supply after furnishing the details in GSTR 1, but before filing the return in GSTR 3B for the said tax period. ഇതാണ് GSTR 1A. സോ ഇതിന് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ITC സെക്ഷൻ 16 എന്താണ് അമെന്റ്മെന്റ് വരുന്നത്? സെക്ഷൻ 16(2) നമ്മൾ കുറെ കണ്ടീഷൻസ് പഠിച്ചതിനകത്ത് സെക്ഷൻ 16(2) വി ഹവ് ലേൺഡ് എ ലോട്ട് ഓഫ് കണ്ടീഷൻ, 6 കണ്ടീഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ITC എടുക്കാനായിട്ട്. ഓക്കെ, അതിനകത്തെ ഒരു കണ്ടീഷൻ വാസ്, one second, one condition was the supplier should have included such invoice in his GSTR 1. ആ 1ന്റെ കൂടെ one more thing is added, which is GSTR 1A. Yes, 16(2)A the condition was the details of such invoice should be furnished by the supplier in his GSTR 1 എന്നായിരുന്നു. അതിന്റെ കൂടെ or GSTR 1A, കാരണം 1A കാണിച്ചാലും മതി റെസിപ്പിയന്റ് 2B വരാനായിട്ട്. And the details should be auto-populated in 2B of the recipient. So this is GSTR 1A. So this is our third amendment. Okay, this is our third amendment.